Hi dear students, we were discussing about heat treatment processes. By the last two presentations we have finished bulk heat treatment processes, and now in this presentation we will be moving on to the surface heat treatment processes. So before moving into the core topic, we must have a basic idea about hardenability. Hardness and hardenability are two different concepts. Both are not the same one. Hardness is the resistance of a material to indentation or deformation. It is a basic material property. ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മെറ്റീരിയലിന് മുകളിൽ നമ്മൾ ഇൻഡൻറ്റേഷൻ ഉണ്ടാക്കുക, അതായത് ഒരു പോയിൻ്റർ പോലുള്ള സാധനം വെച്ചിട്ട് നമ്മൾ പ്രസ് ചെയ്തിട്ട് അതിലൊരു ഇമ്പ്രഷൻ ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് അത്രത്തോളം ചിലതെന്താണ്, നമ്മൾ നല്ല ഫോഴ്സ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കുഴിഞ്ഞു പോകും. ചില മെറ്റീരിയൽ എന്തായിരിക്കും, അതിനെ കൂടുതൽ റെസിസ്റ്റ് ചെയ്യും. അപ്പോൾ ഹാർഡ്നെസ് എന്താ, നല്ലോണം റെസിസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയൽ കൂടുതൽ ഹാർഡാണ്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഹാർഡ്നെസ് മെഷർ ചെയ്യുക ബ്രിന്നർ ഹാർഡ്നെസ് ടെസ്റ്റിംഗ് മെഷീൻ ഉണ്ട്, അതുപോലെ റോക്ക്വെൽ ഹാർഡ്നെസ് ടെസ്റ്റിംഗ് മെഷീൻ ഉണ്ട്. അതിൻ്റെ എൻഡിലൊരു ഇൻഡൻറ്റേഷൻ ഉണ്ടാക്കുന്നൊരു പോയിൻ്റ് ഉണ്ട്, അത് വെച്ചിട്ട് പ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത് കൂടുതൽ ഫോഴ്സ് കൊടുത്തിട്ട്. അപ്പോൾ അത്രത്തോളം ഫോഴ്സ് അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുക. പക്ഷേ ഹാർഡനബിലിറ്റി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇതെന്താണ്, ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ ഒരു ബേസിക് മെറ്റീരിയൽ പ്രോപ്പർട്ടിയാണ്. പക്ഷേ ഹാർഡനബിലിറ്റി എന്ന് പറഞ്ഞാൽ ബേസിക് മെറ്റീരിയൽ പ്രോപ്പർട്ടി അല്ല. ഓക്കെ, സോ ഹാർഡനബിലിറ്റി ഈസ് ദ എബിലിറ്റി ഓഫ് ദ സ്റ്റീൽ ടു ഡെവലപ്പ് എ ഹാർഡൻഡ് ലെയർ അക്രോസ് ദ ക്രോസ് സെക്ഷൻ ഓഫ് ദി തിക്നെസ്. അത്രത്തോളം ഒരു മെറ്റീരിയലിൻ്റെ ലെയറിൽ നമുക്ക് ഹാർഡ്നെസ് ഇമ്പാർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള മെഷറാണെന്ത് ഹാർഡനബിലിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ ഒരു മെറ്റീരിയൽ ഇപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് നമ്മൾ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് അതിന് ഹാർഡ്നെസ് കൂട്ടുകയാണ്. അപ്പോൾ അത്രത്തോളം അത് ഹാർഡ്നെസ് കൂട്ടാൻ പറ്റും. ആ മെഷറാണ് ആക്ച്വലി എന്ത് ഹാർഡനബിലിറ്റി എന്ന് പറയുന്നത്. ആഫ്റ്റർ ഹാർഡനിങ് ഓപ്പറേഷൻ, ഹാർഡ്നെസ് ഈസ് ഹയസ്റ്റ് അറ്റ് സർഫസ് ആൻഡ് ഇറ്റ് റെഡ്യൂസസ് അലോങ് ദ തിക്നെസ്. ഓഫ് കോഴ്സ് ഇൻ surface hardening, what we are doing is we will be providing the hardness at the surface, or the heat treatment is only done at the surface. So the maximum hardness will be at the surface, and along the thickness, or if it is a circular shape, then along the radius the hardness will be lesser, or if you go into the core it will be soft material. Hardenability is specified as the distance below the surface where the material is at least 50%. അപ്പോൾ എവിടെ നമ്മളിപ്പം ഞാൻ പറഞ്ഞു ഏറ്റവും ഹാർഡ്നെസ് കൂടുതൽ സർഫസിലാണ്. താഴോട്ട് പോകും തോറും എന്താ, കോറിലേക്ക് പോകും തോറും, ഇപ്പം ഒരു റോഡാണെങ്കിൽ അതിൻ്റെ ഡയമീറ്റർ റേഡിയസിലൂടെ ഉള്ളോട്ട് പോകും തോറും ഏറ്റവും കുറവ് ഹാർഡ്നെസ് എവിടെ ഉണ്ടാവുക, അതിൻ്റെ സെൻട്രൽ പോർഷനിലാണ് ഉണ്ടാവുക. അപ്പോൾ എവിടെ എത്തുമ്പോഴാണോ 50% മാർട്ടൻസൈറ്റ്, അതായത് മാർട്ടൻസൈറ്റാണ് കൺവേർട്ടഡ് ആകുന്നത്. സോഫ്റ്റ്നെസ് കൂടെ ഹാർഡനബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, കംപ്ലീറ്റ് മാർട്ടൻസൈറ്റ് ആയിരിക്കും. ആ മാർട്ടൻസൈറ്റിനെ കൺവേർട്ട് ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, ഹാർഡ്നെസ് കുറയുന്നത്. കംപ്ലീറ്റ് മാർട്ടൻസൈറ്റ് ആണെങ്കിൽ ഫുൾ ഹാർഡാണ് മെറ്റീരിയൽ. അപ്പോൾ മാർട്ടൻസൈറ്റിനെ മാറ്റും തോറും സംഭവിക്കും, വേറെ ഫോമിലേക്ക് മാറ്റും തോറും ഹാർഡ്നെസ് കുറഞ്ഞു വരും. അപ്പോൾ എവിടെ എത്തുമ്പോഴാണ് 50% മാർട്ടൻസൈറ്റ് ഉള്ളത്, അതിനെയാണ് ഹാർഡനബിലിറ്റി എന്ന് പറയുന്നത്. അവിടെയുള്ള ഹാർഡ്നെസ് വാല്യൂവിനാണ് ഹാർഡനബിലിറ്റി എന്ന് പറയുന്നത്. ഹാർഡനബിലിറ്റി സ്പെസിഫൈഡ് ആസ് ദ ഡിസ്റ്റൻസ് ബിലോ ദ സർഫസ് വേർ ദ മാർട്ടൻസൈറ്റ് ഈസ് അറ്റ്ലീസ്റ്റ് 50%. ഇപ്പോൾ 50% മാർട്ടൻസൈറ്റ് ആയിട്ടുള്ള കണ്ടീഷൻ, സർഫസിൽ 100% മാർട്ടൻസൈറ്റ് ആയിരിക്കും, ഉള്ളോട്ട് പോകുന്നതോറും മാർട്ടൻസൈറ്റിൻ്റെ percentage കുറഞ്ഞു വരും. It is also expressed as the diameter of a bar that will form 50% martensite at the center. This diameter is called ideal critical diameter. ആ എവിടെയാണ് മാർട്ടൻസൈറ്റിൻ്റെ കോമ്പോസിഷൻ 50% ആയിട്ടുള്ളത്, ആ ഡയമീറ്ററിനാണ് ഐഡിയൽ ക്രിട്ടിക്കൽ ഡയമീറ്റർ എന്ന് പറയുന്നത്. അലോയിങ് എലമെൻറ്റ്സ് ഇൻഫ്ലുവൻസ് ദ ഹാർഡനബിലിറ്റി ടു എ ലാർജ് എക്സ്റ്റെൻറ്റ്. സോ ഇഫ് യു ആർ ആഡിങ് ആൻ അലോയിങ് എലമെൻറ്റ്, ദാറ്റ് ആൾസോ വിൽ ബി ഇൻഫ്ലുവൻസിങ് ദി ഹാർഡനബിലിറ്റി. ദ ഷിഫ്റ്റ് TTT curves towards the right. ഞാൻ TTT ഡയഗ്രാം എടുക്കുമ്പോഴേ പറഞ്ഞിട്ടുണ്ട്, ഒരു സി ഷേപ്പിലാണ് TTT ഡയഗ്രാം ഉണ്ടാവുക. അപ്പോൾ നമ്മൾ അലോയിങ് എലമെൻറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ ആ ഡയഗ്രാം റൈറ്റിലേക്ക് ഷിഫ്റ്റ് ആവും, മനസ്സിലായില്ലേ? അപ്പോൾ ഇപ്പോഴുള്ള പൊസിഷനിൽ റൈറ്റിൽ. അപ്പോൾ ഇൻക്യുബേഷൻ ടൈമും കൂടുതൽ നമുക്ക് കിട്ടും, അതുപോലെ ട്രാൻസ്ഫോർമേഷനോടെ ടെമ്പറേച്ചറും മാറി കിട്ടും. ഇതൊക്കെയാണ് നമ്മൾ അലോയിങ് എലമെൻറ്റ് ആഡ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. കൂടുതൽ നിങ്ങളൊന്ന് ജസ്റ്റ് റെഫർ ചെയ്ത് നോക്കാം. Other factors like homogeneity of the steel and austenite grain size also affect the hardenability. Similar to adding alloying elements, other factors like homogeneity of the steel and austenite grain size also affect the hardenability. നമ്മൾ സർഫസ് ഹാർഡനിങ്ങിൽ നമ്മൾ മിക്കവാറും ചെയ്യുന്നത് ഈ ഒരു അലോയിങ് എലമെൻറ്റ് മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, now before moving to the surface hardening methods, we must have an idea about Jomini and quench test also. So in the name itself, one end of the rod we will be quenching, end quench. That's why end quench test name is having end quench test. It is the most popular method to determine the hardenability of the steel. So by this test we will be identifying the hardenability of the steel. Standard specimens of 25.4 mm diameter and 100 mm length are used.
So always we will be using this standard specimen of 25.4 mm diameter and 100 mm. നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ഈ 25.4 mm ഡയമീറ്ററും 100 mm ലെങ്ത്തുള്ള മെറ്റീരിയൽ റോഡാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. എന്നാലും മാത്രമേ ടെസ്റ്റ് ചെയ്താൽ നമുക്ക് സെയിം എഫക്റ്റ് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. പല ഡയമെൻഷനൊക്കെ ഉള്ളതാകുമ്പോൾ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടേണ്ട എവിടെയാണോ 50% മാർക്കർ സൈറ്റ് കിട്ടുന്നത് ആ കറസ്പോണ്ടിങ് ലെങ്ത്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് കണ്ടുപിടിച്ചിട്ട് കമ്പയർ ചെയ്യണം. അപ്പോൾ സെയിം സ്പെസിമെൻ ആയിരിക്കണമല്ലോ, സ്റ്റാൻഡർഡൈസ്ഡ് സ്പെസിമെൻ. അതിൻ്റെ ഡയമീറ്ററാണ് 25.4 mm, അതുപോലെ ലെങ്ത് എന്തായിരിക്കും 100 mm ആയിരിക്കണം. These are austenitized by heating to temperature above 727 degrees Celsius. Then the specimen is quickly transferred to a fixture. നമ്മൾ ആദ്യം ചെയ്യുക സ്പെസിമെൻ ഉണ്ടാക്കുക 25.4 mm അതുപോലെ 100 mm ലെങ്ത്തുള്ള സ്റ്റീൽ സ്പെസിമെൻ ഉണ്ടാക്കി അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് ഭാഗമായിട്ട് ഓസ്റ്റനൈറ്റിംഗ് ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ 727 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ഹീറ്റ് ചെയ്ത് കുറച്ച് നേരം ഹോൾഡ് ചെയ്തു. അപ്പോൾ എന്തായി കംപ്ലീറ്റ് ഓസ്റ്റനൈറ്റായിട്ട് മാറി. അതിനുശേഷം അത് പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഫിക്സർ എന്ന് വെച്ചാൽ ഹോൾഡിംഗ് ഡിവൈസ് ആണ്, ഹോൾഡിംഗ് ഡിവൈസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. യു ക്യാൻ സീ ഇറ്റ് ഇൻ ദ ഫിഗർ. ഇതാണ് നമ്മുടെ സ്പെസിമെൻ. 25.4 mm ഡയമീറ്റർ ഉണ്ട്, 100 mm ലെങ്ത് ഉണ്ട്. ഇത് ഫിക്സറിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഒരു എക്സ്ട്രാ 32 mm ഡയമീറ്ററുള്ളൊരു എക്സ്ട്രാ പോർഷൻ കൊടുത്തതാണ്. ഇതാണ് ഫിക്സർ, ഇതാണ് ഹോൾഡിംഗ് ഡിവൈസ്. അതിൻ്റെ മുകളിൽ ഇത് ഹോൾഡ് വെച്ച് ബാക്കി വന്ന് താഴോട്ടേക്ക് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇത് ഫിക്സർ എന്ന് വെച്ചാൽ ഇത് നമുക്ക് എത്ര വേണമെങ്കിൽ ഫോഴ്സ് കൊടുക്കാൻ പറ്റും, വിത്ത്സ്റ്റാൻഡ് ചെയ്തോളും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ലോവർ എൻഡ് ഇവിടെയുണ്ട്. ഈ ലോവർ എൻഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൊഞ്ച് ചെയ്യുന്നത്. അതാണ് എൻഡ് കൊഞ്ചിങ് എന്ന് പറയുന്നത്. ഈ എൻഡ് നമ്മൾ കൊഞ്ച് ചെയ്യും. കൊഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നുകിൽ വാട്ടറിൽ മുക്കിയിട്ട് അല്ലെങ്കിൽ ഓയിൽ മുക്കിയിട്ടൊക്കെ പെട്ടെന്ന് ഹീറ്റ് ട്രാൻസ്ഫർ, കൂളിംഗ് റേറ്റ്, ഹൈ കൂളിംഗ് റേറ്റിൽ തണുപ്പിക്കുന്നതിനാണ് എന്ത് പറയുന്നത്, കൊഞ്ചിങ് എന്ന് പറയുന്നത്. ലോവർ എൻഡ് ഓഫ് ദ സ്പെസിമെൻ ഈസ് കൊഞ്ച്ഡ് ബൈ എ ജെറ്റ് ഓഫ് വാട്ടർ അറ്റ് സ്പെസിഫൈഡ് ഫ്ലോ റേറ്റ്. അപ്പോൾ അതിൻ്റെ താഴത്തെ ഭാഗം നമ്മളിത് ഹീറ്റ് ചെയ്തു, അതിനുശേഷം ഫിക്സറിൽ ഹോൾഡ് ചെയ്തു, അതിനുശേഷം എന്ത് ചെയ്യുകയാണ്, ഒരു വാട്ടർ ജെറ്റ് ഉപയോഗിച്ചിട്ട് ഒരു സ്പെസിഫൈഡ് ഫ്ലോ റേറ്റ് ഉണ്ട്, അതും പറയുന്നുണ്ട്. അത് അപ്പുറത്തെ ഫിഗറിലുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ലോവർ എൻഡ് ഓഫ് ദി സ്പെസിമെൻ ഈസ് കൊഞ്ച്ഡ് ബൈ ജെറ്റ് ഓഫ് വാട്ടർ അറ്റ് സ്പെസിഫൈഡ് ഫ്ലോ റേറ്റ്. ഇപ്പോൾ ഒരു സ്പെസിഫൈഡ് ഫ്ലോ റേറ്റ് വെച്ചിട്ട് വാട്ടർ ജെറ്റ് വെച്ചിട്ട് ലോവർ എൻഡിൽ നമ്മൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് തണുപ്പിക്കുകയാണ്, കൊഞ്ച് ചെയ്യുക. അത് വാട്ടർ അതിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രൈക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്താ, തണുക്കും. ലോവർ എൻഡ് മാത്രമാണ്, അപ്പർ എൻഡ് അതുപോലെ ഉണ്ടാവും. ദിസ് റിസൾട്ട്സ് ഇൻ ഡിഫറെൻറ്റ് കൂളിംഗ് റേറ്റ്സ് അലോങ് ദ ലെങ്ത് ഓഫ് ദ സ്പെസിമെൻ റേഞ്ചിങ് ഫ്രം മാക്സിമം അറ്റ് ദ കൊഞ്ച്ഡ് എൻഡ് ടു മിനിമം അറ്റ് ദി ഫിക്സഡ് എൻഡ്. സി നമ്മൾ കൊഞ്ച് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്താണ്, വാട്ടർ ജെറ്റ് വെച്ച്. ഇതാണ് വാട്ടർ ജെറ്റ്. വാട്ടർ ജെറ്റിൻ്റെ ഡയമീറ്റർ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 12.5 mm ആണ്. ഡയമീറ്റർ 12.5 mm വാട്ടർ ജെറ്റ് ആയിരിക്കണം. വാട്ടറിൻ്റെ ടെമ്പറേച്ചർ 24 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കണം. അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ലെങ്ത്ത് ജെറ്റിന്ന് ഈ നമ്മൾ ജെറ്റ് സ്ട്രൈക്ക് പൈപ്പിൻ്റെ എൻഡാണിത്. അവിടെ നിന്ന് നമ്മൾ ഈ റോഡിൻ്റെ ലോവർ എൻഡിലേക്കുള്ള ഡിസ്റ്റൻസ് 12.5 mm ആയിരിക്കണം. അത്രയും ഗ്യാപ്പിൽ വെച്ചിട്ടാണ് ജെറ്റ് സ്ട്രൈക്ക് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം സ്റ്റാൻഡേർഡായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ കണ്ടീഷൻ തന്നെ ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ വാട്ടർ വരുന്നു, ഇവിടുന്ന് വാട്ടർ വന്ന് ഇതിൻ്റെ എൻഡിൽ സ്ട്രൈക്ക് ചെയ്തിട്ട് പുറത്തോട്ടേക്ക് പോയിക്കോളും, തെറിച്ച് പോകും. അപ്പോൾ ഈ ഭാഗം കൊഞ്ചിഡായി. അപ്പോൾ ഇവിടെ നമുക്ക് മാക്സിമം കൊഞ്ചിഡായ എൻഡ് എന്താണ്, മാക്സിമം ഹാർഡ്നെസ് കിട്ടും, ഡയറക്റ്റ് മാർക്കർ സൈറ്റ് പോകും ചെയ്യും. പക്ഷേ ഇങ്ങോട്ടേക്ക് പോകുന്നതോറും എന്താണ്, ലെങ്ത്ത് ഇവിടുന്ന് ഈ എൻഡിൽ നിന്ന് കൊഞ്ച് ചെയ്ത എൻഡിൽ നിന്ന് മറ്റേ എൻഡിലേക്ക് പോകുന്നതോറും എന്താണ്, ഗ്രാജുവൽ വേരിയേഷൻ ആണല്ലേ, ടെമ്പറേച്ചർ വേരിയേഷൻ ഗ്രാജുവൽ ആയിരിക്കും. കാരണം ഇവിടെ മാത്രമേ നമ്മൾ കൂൾ ചെയ്യുന്നുള്ളൂ, ബാക്കി എവിടെയും കൂൾ ചെയ്യുന്നില്ല. ഓക്കെ, സോ the results in different cooling rates along the length of the system ranging from maximum at the quenched end to minimum at the fixed. ഏറ്റവും മാക്സിമം കൂളിംഗ് റേറ്റ് quenched endലാണ്. ഏറ്റവും മിനിമം കൂളിംഗ് റേറ്റ് എവിടെ ആയിരിക്കും, ഫിക്സ് ചെയ്തിരിക്കുന്നത് ഫിക്സ്ചറിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന എൻഡിലായിരിക്കും. സർഫസ് ഹാർഡ്നസ് ഇൻ റോക്ക്വെൽ ഈസ് മെഷേർഡ് അലോങ് ദ ലെങ്ത് ഓഫ് സ്പെസിമെൻ. അപ്പോൾ നമ്മൾ അങ്ങനെ കൊഞ്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ സർഫസ് ഹാർഡ്നസ് നമ്മൾ മെഷർ ചെയ്യും. ഏതിലാണ്, റോക്ക്വെൽ ഹാർഡ്നസ് മെഷറിംഗ് ഡിവൈസ് വെച്ചിട്ടാണ് ഹാർഡ്നസ് മെഷർ ചെയ്യുന്നത്. അതിനാണ് HRC, ഹാർഡ്നസ് നമ്പറിനാണ് HRC എന്ന് പറയുക. അപ്പോൾ റോക്ക്വെൽ ഹാർഡ്നസ് വെച്ചിട്ട് ഹാർഡ്നസ് ബൈ റോക്ക്വെൽ, അതാണ് 6C എന്ന് പറയുന്നത്, അതിൻ്റെ ഇൻഡിക്കേഷനാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളെന്ത് ചെയ്യും, ഹാർഡ്നസ് നമ്പർ മെഷർ ചെയ്യും ഓരോ ലെങ്ത്തിലും. ആ റോഡിൻ്റെ അലോങ് ദി ലെങ്ത്തിൽ കൊഞ്ച് ചെയ്ത എൻഡിൽ ഉള്ള ഹാർഡ്നസ് മെഷർ ചെയ്യും. തൊട്ടടുത്ത ഒരു പർട്ടിക്കുലർ ലെങ്ത്ത് മാറിയിട്ടുള്ള അടുത്ത പോയിന്റിലെ ഹാർഡ്നസ് മെഷർ, അങ്ങനെ ഓരോ പോയിന്റിലും അലോങ് ദി ലെങ്ത്തിൽ നമ്മൾ എന്ത് ചെയ്യും, മെഷർ ചെയ്യും. അലോങ് ദി ഡയമീറ്റർ അല്ല, അലോങ് ദി ലെങ്ത് ആണ് സർഫസിൽ. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, a curve is made with distance from the quenched end on x-axis and hardness on the y-axis. This plot is known as Gemini curve or hardenability curve. ആ കേവിനാണ് ജെമിനി കേവ് അല്ലെങ്കിൽ ഹാർഡനബിലിറ്റി കേവ് എന്ന് പറയുന്നത്. ആ കേവാണ് ഇവിടെ നോക്കട്ടെ. ഇത് quenched end ആണ്. ഈ എൻഡിൽ താഴത്തെ എൻഡാണ് ഇവിടെ ഉള്ളത്, quenched end ആണ്. അപ്പോൾ ഇവിടുന്ന് ഈ ലെങ്ത്തിൽ അലോങ് ദ സർഫസിൽ ഓരോ പോയിൻ്റ് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് വിട്ടിട്ട് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന ഡിസ്റ്റൻസ് ആണ്, ഡിസ്റ്റൻസ് ഫ്രം quenched end ആണ്. നോക്കട്ടെ, 6 mm, 12 mm, 18 mm, 25 mm, 31 mm, ഇത് ഓരോ ഡിസ്റ്റൻസാണ്. അപ്പോൾ ഓരോ ഡിസ്റ്റൻസിലും നമ്മൾ എന്ത് ചെയ്യും, ഹാർഡ്നസ് ആ ഡിസ്റ്റൻസ് ഇവിടുന്ന് 0 quenched എൻഡിലുള്ള ഹാർഡ്നസ് മെഷർ അതായിരിക്കും ഞാൻ പറഞ്ഞു മാക്സിമം ഹാർഡ്നസ് ഉണ്ടാവുക. കാരണം quenched സർഫസിൽ ഏറ്റവും ഹയസ്റ്റ് കൂളിംഗ് റേറ്റ് quenched എൻഡിലാണ്. അപ്പോൾ അവിടെ ഹാർഡ്നസ് ഏറ്റവും കൂടുതലായിരിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഹാർഡ്നസ് വാല്യൂ ഇതാണ് HRC വാല്യൂ.
HRC at കൊഞ്ചിഡൻ. പിന്നെ കൊഞ്ചിഡൻ നിന്ന് മാറിപ്പോകുന്നവരും ഹാർഡ്നസ് കുറഞ്ഞൊരു യു ക്യാൻ സി ലെങ്ത്ത് കൂടി പോകുന്നവരും ഹാർഡ്നസ് വാല്യൂ കുറഞ്ഞ് ലാസ്റ്റിലോട്ട് എത്തുമ്പോഴേക്ക് എന്തായി ഹാർഡ്നസ് തീരെ ഇല്ലാണ്ട്, ദാറ്റ് മീൻസ് സോഫ്റ്റായി മാറി. മനസ്സിലായില്ല? അപ്പോൾ ഈ എൻഡ് സോഫ്റ്റ് ആയിരിക്കും, ഈ എൻഡ് ഹാർഡായിരിക്കും. അപ്പോൾ അതാണ് ഈ ഗ്രാഫ് കാണിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഓരോ പോയിന്റും വെച്ചിട്ട് ഈ ഗ്രാഫിനെയാണ് എന്ത് പറയുന്നത്, ഈ വരച്ചിരിക്കുന്ന ഈ ഷേപ്പിൽ കിട്ടിയ ഈ ഗ്രാഫിനെയാണ് ജെമിനി കേവ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ജെമിനി and Kunz test. Gemini curve can be used to compare the hardenability of various steels. ഇപ്പോൾ ഓരോ സ്റ്റീലിൻ്റെയും ഹാർഡനബിലിറ്റി കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഹൊറിസോണ്ടൽ ലൈൻ ക്യാൻ ബി ഡ്രോൺ അറ്റ് HRC 57. ആ ഹാർഡ്നസ് വാല്യൂ 57 കിട്ടുന്ന അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരക്കാം കറസ്പോണ്ടിങ് ടു 55. അപ്പോൾ ഈ ഹാർഡ്നസ് 57ൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ പോയിന്റിൽ ഹാർഡ്നസ് 57 വരുമ്പോഴാണ് 50% മാർട്ടൻസൈറ്റ് സ്ട്രക്ചർ നമുക്ക് കിട്ടുന്നത്. To meet Gemini curve at the particular point, this distance known as Gemini distance can also be used for comparing hardenability. ആ ഡിസ്റ്റൻസ് കിട്ടുമെങ്കിൽ നമ്മൾ ഈ Gemini curve വരച്ചിട്ട് ആ ഡിസ്റ്റൻസ് കിട്ടുമെങ്കിൽ ആ ഡിസ്റ്റൻസ് വെച്ചിട്ട് നമ്മൾ സ്പെസിമെനിൽ ഒരു വര വരച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോന്നിൻ്റെയും കമ്പയർ ചെയ്യാൻ പറ്റും. Now, mass effect. It refers to variation in the hardness across a thicker component after heat treatment. Outer layer will cool faster than the core. This results in variation in the hardness across the section of the component. മാസ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ കൂൾ ചെയ്ത് കഴിഞ്ഞാൽ സർഫസ് പെട്ടെന്ന് കൂളാവും, ഇന്നർ പതുക്കെ മാത്രമേ കൂളാവും. ആ ഒരു എഫക്റ്റ് കൊണ്ടുണ്ടാകുന്ന ഹാർഡ്നെസ്സിനെയാണ് മാസ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ വി വിൽ മൂവ് ഓൺ ടു അവർ കോർ ടോപ്പിക്, ദാറ്റ് ഈസ് സർഫസ് ഹാർഡനിങ് മെത്തേഡ്സ്. A number of engineering applications require different properties for surface and interior of the component. For example, gears, cams, rods, etc. require a very hard and wear-resistant surface and a ductile and tough interior. So, in all these cases, practical application is most of the components require surface to be very hard, and there is no need to the inner core to be hard. So always for gears, cams, rods, etc. So like that, specimens like gears, cams, etc. require a very hard and wear-resistant surface. Surface means case, and the ductile and tough interior. Interior means core. So the case of that particular material should be very hard, and we have to make sure that core is tough and ductile. So these are imparted by the surface hardening method. സർഫസ് മാത്രമേ നമുക്ക് ഹാർഡായി കിട്ടുള്ളൂ, ബാക്കിയുള്ള എന്താണ് സോഫ്റ്റ് ആയിട്ട് നിൽക്കണം. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, സർഫസ് ഹാർഡനിങ് മെത്തേഡ്സ് പ്രിഫർ ചെയ്യുന്നത്. കെമിക്കൽ സ്റ്റോറേജ് ടാങ്ക്സ് റിക്വയർ എ സർഫസ് ഓഫ് വെരി ഹൈ കൊറോഷൻ റെസിസ്റ്റൻസ്. സി സംടൈംസ് കെമിക്കൽ സ്റ്റോറേജ് ടാങ്ക്സ് വിൽ റിക്വയർ surface of very high corrosion resistance. So that is only at the surface we required. So at the surface we will be providing that by chemical treatment we will be doing corrosion resistance materials will be adding, or surface is converted into corrosion resistive by adding some chemicals. Such a combination of properties is obtained by various surface treatments. So all these properties we can achieve by surface heat treatment processes. The various surface hardening treatments can be classified into two types. Surface hardening in രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് നോ ചേഞ്ച് ഇൻ സർഫസ് കോമ്പോസിഷൻ മെത്തേഡ്. ഇപ്പോൾ ഈ മെത്തേഡിൽ സർഫസ് കോമ്പോസിഷനിൽ ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല, നമ്മൾ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യുന്നില്ല കോമ്പോസിഷനിലേക്ക്. ഓക്കെ, ഇപ്പോഴുള്ള കോമ്പോസിഷൻ എങ്ങനെയാണോ അത് അതുപോലെ തന്നെ ഉണ്ടാവും. നോ ചേഞ്ച് ഇൻ സർഫസ് കോമ്പോസിഷൻ മെത്തേഡ്. അതിന് എക്സാമ്പിൾ ആയിട്ടുള്ള ഹാർഡനിങ് മെത്തേഡ്സിൽ വരുന്നതാണ് ഫ്ലെയിം ഹാർഡനിങ്, ഇൻഡക്ഷൻ ഹാർഡനിങ്, ലേസർ ഹാർഡനിങ്, ഇലക്ട്രോൺ ബീം ഹാർഡനിങ്. See, all these hardening methods are based on which method we are using to provide the heat. നമ്മൾ ഫ്ലെയിം വെച്ചിട്ടാണ് ഹീറ്റ് ചെയ്യുന്നത്, അതിന് ഫ്ലെയിം ഹാർഡനിങ് എന്ന് പറയും. ഇൻഡക്ഷൻ മെത്തേഡ് വെച്ചിട്ട് ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ടുള്ള കോയിൽസ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളതാണെങ്കിൽ ഇൻഡക്ഷൻ ഹാർഡനിങ് എന്ന് പറയും. ലേസർ ആണ് ഹീറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്, ലേസർ ഹാർഡനിങ് എന്ന് പറയും. ഇലക്ട്രോൺ ബീംസ് ആണ് ഹീറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്, ഇലക്ട്രോൺ ബീം ഹാർഡനിങ് എന്ന് പറയും. അപ്പോൾ എല്ലാ മെത്തേഡിലും വാട്ട് വി വിൽ യൂഷ്വലി ഡു ഈസ് വി വിൽ ബി ഹീറ്റിംഗ് ദ സർഫസ് ടു എ സ്പെസിഫൈഡ് ടെമ്പറേച്ചർ and allowing it to cool. That is what is happening. So heat is provided only at the surface. Inner core will not affect due to that heating processes, and the surface is quickly allowed to cool. That means the surface will be becoming hardened. That is the basic idea. Okay, നമ്മൾ സർഫസ് മാത്രം ഹീറ്റ് ചെയ്യുക. സർഫസ് ഹീറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നമുക്കറിയാം സർഫസ് ഹീറ്റ് ആയിക്കുമ്പോൾ ആ ഹീറ്റ് താഴോട്ടേക്ക് അധികത്തില്ല. അപ്പോൾ താഴെയുള്ള ഭാഗം എന്തായിരിക്കും, സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാകും. മുകളിലത്തെ ഭാഗം മാത്രം ഹാർഡ്നെസ് പെട്ടെന്ന് കൂൾ ചെയ്ത് കഴിഞ്ഞാൽ ഹാർഡ്നെസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതാണ് ബേസിക് ഐഡിയ. Change in surface composition. The another method in the second method we will be adapting changes in the composition of the surface. സർഫസിൽ നമ്മൾ എന്ത് ചെയ്യുക, എക്സ്ട്രാ മെറ്റീരിയൽസ് ആഡ് ചെയ്യുക, കാർബൺ ഒക്കെ ആഡ് ചെയ്തിട്ട് കോമ്പോസിഷൻ നമ്മൾ മാറ്റുക.
ഫസ്റ്റ് വണ്ണിൽ കോമ്പോസിഷൻ ചേഞ്ചസ് ഒന്നുമില്ല. സെക്കൻഡ് മെത്തേഡ്സിൽ കോമ്പോസിഷൻ ചേഞ്ചസ് ആണ്. ദ എക്സാമ്പിൾ ഫോർ ദാറ്റ് ടൈപ്പ് ഓഫ് മെത്തേഡ്സ് ഈസ് കാർബറൈസിങ് ആൻഡ് നൈട്രേറ്റിംഗ്. ഈ ഇത്രയും 1 2 3 4 5 6 സർഫസ് ഹാർഡനിങ് മെത്തേഡ്സും നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, we will move on to the first one, that is flame hardening. In flame hardening, an ordinary oxyacetylene torch is used to heat that part at the regions to be hardened. നമുക്ക് ഏത് സർഫസിലാണോ ഹീറ്റ് ചെയ്യേണ്ടത്, ഏത് ഭാഗമാണോ ഹീറ്റ് ചെയ്യേണ്ടത് സർഫസിൽ, ആ ഭാഗം നമ്മൾ ഓക്സി അസറ്റിലിൻ ടോർച്ച് വെച്ചിട്ട് ഹീറ്റ് ചെയ്യുക. ഓക്സി അസറ്റിലിൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വെൽഡിങ്ങിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഓക്സി അസറ്റിലിൻ. ഓക്സിജനും അസറ്റിലിൻ ഒരു കമ്പസ്റ്റബിൾ ഗ്യാസ് ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഓക്സി അസറ്റിലിൻ എന്ന് പറയുന്നത്. നോർമലി 50% കോമ്പോസിഷനിലാണ് ആഡ് ചെയ്യുക. അത് ഓക്സിജൻ ഒരു 50% എടുക്കുക, അസറ്റിലിൻ 50% എടുത്തിട്ട് ഡയറക്റ്റ് എന്ത് ചെയ്യും, കത്തിക്കും. അപ്പോൾ അത് രണ്ടും ഗ്യാഷ്യസ് ഫോമിലായിരിക്കും. അപ്പോൾ ഗ്യാസ് നമ്മൾ വെൽഡ് ചെയ്യുന്ന ഗ്യാസ് വെൽഡിങ് കണ്ടിട്ടുണ്ടാവില്ലേ, അതാണ് സംഭവം. അപ്പോൾ എന്താണ്, ആ വെൽഡിങ് ടോർച്ച് അല്ലെങ്കിൽ ആ ഗ്യാസ് ഫ്ലെയിം നമ്മൾ എന്ത് ചെയ്യും, സർഫസിൽ എവിടെയാണോ ഹീറ്റ് ഹാർഡൺ ആക്കേണ്ടത് അവിടെ നമ്മൾ എന്ത് ചെയ്യും, നന്നായിട്ട് ഹീറ്റ് ചെയ്യും. അപ്പോൾ ആ ഫ്ലെയിം ഉപയോഗിച്ചിട്ട് അത്രയും സംഭവം ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, അവിടെ പെട്ടെന്ന് കൂൾ ചെയ്യുക. So in flame hardening, oxyacetylene torch is used to heat the part at the regions to be hardened. So always we will be using oxyacetylene torch for heating purpose here in the case of flame hardening. Flame is slightly oxidizing in nature. So നമ്മളെപ്പോഴും ഫ്ലെയിം സ്ലൈറ്റ്ലി ഓക്സിഡൈസിങ് ആണ് കീപ്പ് ചെയ്യുക. ഞാൻ പറഞ്ഞു ഈ 50% ഓക്സിജനും 50% അസറ്റിലിനും തമ്മിൽ മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ നോർമൽ ഫ്ലെയിം എന്ന് പറയും. നേരെ മറിച്ച് ഓക്സിഡൈസിങ് ഫ്ലെയിം എന്ന് പറഞ്ഞാൽ ഓക്സിജൻ കുറച്ച് കൂടുതലായിരിക്കും, അസറ്റിലിൻ കുറച്ച് കുറവായിരിക്കും. അങ്ങനെയുള്ളതിനാണ് ഓക്സിഡൈസിങ് ഫ്ലെയിം എന്ന് പറയുന്നത്. അവിടെ അപ്പോൾ നമുക്ക് എന്താ, കൂടുതൽ ടെമ്പറേച്ചർ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും, ഹീറ്റിംഗ് കൂടുതൽ പോസിബിളാണ് ഓക്സിഡൈസിങ് ഫ്ലെയിമിൽ നോർമൽ ഫ്ലെയിമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. നേരെ തിരിച്ചുകൊണ്ട്, അതായത് അസറ്റിലിൻ്റെ അളവ് കൂടുതലും ഓക്സിജൻ കുറഞ്ഞിട്ടുള്ള ഫ്ലെയിമും ഉണ്ട്. ഓക്കെ, സോ എനിവേ സ്ലൈറ്റ്ലി ഓക്സിഡൈസിങ് ഫ്ലെയിം മീൻസ് ഓക്സിജൻ കണ്ടന്റ് വിൽ ബി more than that of acetylene. That is the meaning. So the flame is adjusted to achieve a temperature of about 850 degrees Celsius. 850 degrees Celsius അച്ചീവ് ചെയ്തൊക്കെ രീതിയിലാണ് നമ്മൾ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സ്ലൈറ്റ്ലി ഓക്സിഡൈസിങ് വെക്കുന്നത്. നോർമൽ ഫ്ലെയിമിൽ വെച്ചാൽ കുറച്ച് ഇത്ര ടെമ്പറേച്ചർ കിട്ടില്ല. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ടെമ്പറേച്ചർ കൂടി കിട്ടുന്ന ഓക്സിഡൈസിങ് ഫ്ലെയിമിൽ വെക്കും. ദ ടോർച്ച് ഈസ് മൂവ്ഡ് ടു ഹീറ്റ് ദ പാർട്ട് യൂണിഫോംലി. ഇറ്റ് ഈസ് ദെൻ ക്വഞ്ച്ഡ് ബൈ ദ ജെറ്റ് ഓഫ് വാട്ടർ ഫ്രം ദ നോസിൽ. ഇപ്പോൾ നമ്മൾ ഹീറ്റ് ചെയ്യേണ്ട, നമ്മൾ ഏത് സർഫസിൽ എവിടെയൊക്കെ ഹാർഡനബിലിറ്റി ഇമ്പാർട്ട് ചെയ്യാനുണ്ടോ അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇത് വെച്ചിട്ട് ഹീറ്റ് ചെയ്യും. നമുക്ക് ഈ ടോർച്ച് നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, അപ്പം അത് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ആ ഭാഗമൊക്കെ ഹൈ ടെമ്പറേച്ചർ 850 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിലേക്ക് വരും. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ, ഓസ്റ്റനൈറ്റൈസ് ആയി മാറി എന്നർത്ഥം. അത് കംപ്ലീറ്റ് സർഫസിലുള്ള മെറ്റീരിയൽ എന്തായി മാറി, ഓസ്റ്റനൈറ്റിങ് റേഞ്ചിലേക്ക് മാറി, ഗാമയായിട്ട് മാറി. അപ്പോൾ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ കൂടെ തന്നെ കൊഞ്ചിങ് ചെയ്യും. എങ്ങനെയാണ്, വാട്ടർ ജെറ്റ് വെച്ചിട്ട്. ഇവിടെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഒരു നോസിലുണ്ടാകും, ജെറ്റ് നോസിലുണ്ടാകും, കൊഞ്ച് വാട്ടർ യു ക്യാൻ സി. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, കൈയോടെ തണുപ്പിച്ചുകൊണ്ടും വരും, ചൂടാക്കുക, അപ്പോൾ തന്നെ എന്ത് ചെയ്യുക, കൊഞ്ച് ചെയ്യുക, വാട്ടർ സ്പ്രേ ചെയ്തിട്ട് കൊഞ്ച് ചെയ്യുക. സോ ദാറ്റ് ഹീറ്റ് ഈസ് ഇമ്പാർട്ടഡ് ഓൺലി ടു ദ സർഫസ് ആൻഡ് ഹാർഡനബിലിറ്റി ഡ്യൂ ടു ദ കൊഞ്ചിങ് ദ ഹാർഡനബിലിറ്റി ഈസ് അച്ചീവ്ഡ് ഓൺലി അറ്റ് ദ സർഫസ്. ഇന്നർ കോർ അതുപോലെ തന്നെ ഉണ്ടാവും. The carbon content should be between 0.3 to 0.6%. The tempering is done after flame hardening. നമ്മളെപ്പോഴും ഫ്ലെയിം ഹാർഡനിങ് ചെയ്തതിന് ശേഷം എന്തും കൂടെ ചെയ്യണം, ടെമ്പറിങ്ങും കൂടെ ചെയ്യും. കാരണം ഇല്ലെങ്കിൽ ബ്രിട്ടിലാവാനുള്ള സാധ്യതയുണ്ട്, ക്രാക്ക് വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മളത് കഴിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും, ടെമ്പറിങ് കൂടെ ചെയ്യും. ഇതൊക്കെ ചെയ്യുന്ന എപ്പോഴും ലോ കാർബൺ സ്റ്റീലിലാണ്. 0.3 to 0.6% ആ കാർബൺ പെർസെൻറ്റേജിലാണ് നമുക്ക് ഏത് പോസിബിൾ ആവുക, ഫ്ലെയിം ഹാർഡനിങ്. ഹയർ കാർബൺ പെർസെൻറ്റേജിലെ സ്റ്റീലിൽ ഈ മെത്തേഡ് പോസിബിൾ അല്ല. ഓക്കെ, Now advantages, rapid and efficient method, deep case up to 6 mm. നമുക്ക് റാപ്പിഡും എഫിഷ്യൻ്റ് ആയിട്ടുള്ള മെത്തേഡാണ്. നമുക്ക് 6 mm താഴോട്ട് വരെ, നമുക്ക് അത്രയും mm താഴോട്ട് വരെ നമുക്ക് കൊടുക്കാൻ പറ്റും. സ്മോൾ റീജിയൻസ് ക്യാൻ ബി ഹാർഡൻ. നമുക്ക് വളരെ ചെറിയൊരു ഏരിയ മാത്രം ഹാർഡൻ ചെയ്യണമെങ്കിൽ ഈ മെത്തേഡ് നമുക്ക് ഫോളോ ചെയ്യാം. ഹെൻസ് ലോ ഡിസ്റ്റോർഷൻ, ബാക്കിയുള്ള ഭാഗമൊന്നും ബാധിക്കില്ല. ആൾസോ സ്യൂട്ടബിൾ ഫോർ ലാർജ് കോമ്പണൻസ് ദാറ്റ് കനോട്ട് ബി ഫിറ്റഡ് ഇൻ ദ ഫർണസ് ആൻഡ് ഫോർ ഹെവി കോമ്പണൻസ് വിച്ച് കനോട്ട് ബി ട്രാൻസ്പോർട്ടഡ്. നമുക്ക് എവിടെയും ഫിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ഈ ടോർച്ച്, ഓക്സിയസിലിൻ ടോർച്ച് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയിട്ട് ഹീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വലിയ പാർട്ടൊക്കെ ഏതെങ്കിലും ഭാഗമൊക്കെ ഹാർഡൻ ചെയ്തെടുക്കണമെങ്കിൽ ഈ മെത്തേഡ് യൂസ്ഫുള്ളാണ്. ഡിസഡ്വാൻറ്റേജസ്, കേസ് ഡെപ്ത് ഈസ് ഡിഫിക്കൽട്ട് ടു കൺട്രോൾ. ഒരു ഡിസഡ്വാൻറ്റേജ്, എത്ര ഡെപ്തിലേക്ക് ഈ ഹീറ്റ് ട്രാൻസ്ഫർ ആകുന്നുള്ളത് കൺട്രോൾ ചെയ്യൽ ബുദ്ധിമുട്ടാണ്, മാനുവലി ചെയ്യുന്നതായതുകൊണ്ട്. ഹെൻസ് തിൻ കേസസ് ആർ ഡിഫിക്കൽട്ട്. വളരെ ചെറിയ തിക്നെസ് ഉള്ള മെറ്റീരിയൽ ഇതുപോലെ സർഫസ് ഹാർഡൻ ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടാണ്. ലോ കാർബൺ സ്റ്റീൽസ് കനോട്ട് ബി ഹാർഡൻഡ്. ദാറ്റ് ഈസ് അനദർ ഡിസഡ്വാൻറ്റേജ്. വളരെ കുറഞ്ഞ കാർബൺ കണ്ടൻറ്റ് ഉള്ളത് നമുക്ക് ഹാർഡൻ ചെയ്യാൻ പറ്റില്ല. ആപ്ലിക്കേഷൻസ്, ഗിയർ ടീത്ത്, സിലിണ്ടറിക്കൽ പിൻസ്, ലേത്ത് ബെഡ്സ്, ക്യാം സർഫസ്, എഞ്ചിൻ പുഷോട്ട്സ്, പുള്ളീസ്, ഹാൻഡ് സ്പ്രോക്കറ്റീസ്. ഇവിടെയൊക്കെ നമ്മൾ ഈ മെത്തേഡ് യൂസ് ചെയ്യേണ്ടത് ഫ്ലെയിം ഹാർഡനിങ് വെച്ചിട്ട് ഹാർഡ്നെസ് ഇമ്പാർട്ട് ചെയ്യാറുണ്ട്. ഗിയർ ടീത്തിൽ, സിലിണ്ടറിക്കൽ പിന്നിൽ, ലേത്ത് ബെഡ്സിലൊക്കെ.
Now second surface hardening method is induction hardening. Induction heat നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഇലക്ട്രിക്കൽ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഹീറ്റ് ചെയ്യുന്നതിനാണ് ഇൻഡക്ഷൻ ഹീറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ വീട്ടിലൊക്കെ ഇൻഡക്ഷൻ കുക്കറല്ല, സെയിം പ്രിൻസിപ്പിളാണ് ഇവിടെയും നമ്മൾ യൂസ് ചെയ്യുന്നത്. റെസിസ്റ്റൻസ് ആണ്, ഇലക്ട്രിക്കൽ ഫ്ലോൻ്റെ റെസിസ്റ്റൻസ് നമ്മൾ എന്താക്കി മാറ്റാണ്, ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്യണം. The induction hardening can be produce a hard and wear resistant surface with a soft core. Job to be hardened is placed within the induction coil of several turns of copper wire. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് കുറേ കോപ്പർ വയറിൻ്റെ ടേൺസ് ആണ്. ഇതൊന്ന് രണ്ടാമത്തെ ടേൺ ആണ്. രണ്ടിലൂടെ എന്ത് ചെയ്യും, നമ്മൾ ഹൈ ഫ്രീക്വൻസി കറണ്ട് പാസ് ചെയ്യും. ഓഫ് കോഴ്സ് വോൾട്ടേജ് വിൽ ബി വെരിലെസ്. ഹൈ കറണ്ട് വളരെ കൂടിയിട്ട് അത് വോൾട്ടേജ് കുറഞ്ഞിട്ടില്ല കറണ്ടാണ് നമ്മളിതിൽ പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്തുണ്ട്, ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള രണ്ടും തമ്മിൽ ചെറിയൊരു ഗ്യാപ്പിലാണുള്ളത്. അപ്പോൾ ഡയറക്റ്റ് കറണ്ട് ട്രാൻസ്ഫർ നടക്കില്ല. അപ്പോൾ ഈ ഇൻ ബിറ്റ്വീൻ ലെയറിലുള്ള റെസിസ്റ്റൻസിൻ കൊണ്ടെന്താവും, ഈ കറണ്ട് ഹീറ്റായിട്ട് മാറും. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. A high frequency current is passed. This sets up an induced alternating current which heats the job surface to a temperature of 750 to 800 degrees Celsius. അപ്പോൾ ഈ ഹൈ കറണ്ട് കോയിലൂടെ, ഇൻഡക്ഷൻ കോയിലിലൂടെ ഹൈ ഫ്രീക്വൻസി കറണ്ട് പാസ് ചെയ്യുമ്പോൾ, സിൻസ് ദേ ആർ നോട്ട് ഇൻ കോണ്ടാക്ട്, റെസിസ്റ്റൻസ് ഈസ് ദർ ബിറ്റ്വീൻ ദിസ് ഗ്യാപ്പ്. So due to that resistance, heat is induced on this surface. That is what is happening. ആ ഹീറ്റ് അറൗണ്ട് 750 to 800 degrees Celsius ഈ മെറ്റീരിയലിന് ഹീറ്റ് ചെയ്യും. Heated surface is quickly quenched by the water. Now the heated surface is quickly quenched by using water. So the surface will get hardened. Okay, that is the basic idea. Anyway, we are using the induction method for heating. Induction method means current, a high frequency current is passed through the coils and the coils are separated by a particular distance. Due to the air gap resistance between these coils, a heat is produced between this one. നമ്മൾ ഇതേ മെത്തേഡ് നമ്മൾ എവിടെ യൂസ് ചെയ്യാറുണ്ട്, വെൽഡിങ്ങിലും യൂസ് ചെയ്യാറുണ്ട്. മറ്റേ നമ്മൾ ഇലക്ട്രിക് ആർക്ക് വെൽഡിങ്ങിൽ, അതിൽ നമ്മൾ ആ ഒരു വെൽഡ് മെറ്റീരിയലും ആർക്കും തമ്മിൽ, വെൽഡ് മെറ്റീരിയലും വെൽഡിങ് റോഡും തമ്മിൽ ഏത് സർഫസിലാണോ വെൽഡ് ചെയ്യേണ്ടത് അതുപോലെ വെൽഡിങ് റോഡും തമ്മിൽ ചെറിയൊരു ഗ്യാപ്പാണ് കൊടുക്കുക. ഈ വെൽഡിങ് റോഡിലൂടെ എന്താണ്, ഹൈ കറണ്ട്, രണ്ട് എൻഡിലും ഹൈ കറണ്ട് പാസ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ഇടയിൽ സ്മോൾ ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് എന്താക്കി മാറും, കറണ്ട് എന്തായി മാറും, ഹീറ്റായി മാറും. ഓക്കെ, Q is equal to I²R, അതാണ് റിലേഷൻ. അപ്പോൾ കറണ്ട് എത്രത്തോളം കൂട്ടാൻ പറ്റും അത്രയും ഹീറ്റ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. R മീൻസ് റെസിസ്റ്റൻസ്, I കറണ്ട്. ഓക്കെ, അപ്പോൾ Q എന്ന് പറഞ്ഞാൽ ഹീറ്റാണ്. Q is equal to I²R. അത്ര മാക്സിമം കറണ്ട് നമ്മൾ കൊടുക്കുന്നു അത്രയും കൂടുതൽ ഹീറ്റ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ കോയിൽസ് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ആക്ച്വലി കോയിൽസ് ഈ കറണ്ട് കൂട്ടാൻ വേണ്ടിയിട്ടാണ്, ഫ്രീക്വൻസി ഓഫ് കറണ്ട് കൂട്ടാൻ വേണ്ടിയിട്ടാണ് കോയിൽസിൻ്റെ നമ്പർ ഓഫ് കോയിൽസ് കൂട്ടി കൊടുക്കുന്നത്. ഓക്കെ, so advantage is very fast process. Hardening to depth of 0.8 mm can be achieved within 1 to 5 seconds. That is one advantage. Irregular shapes can be hardened easily. Current dips into surfaces and holes. ഈവൻ ഹോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ എല്ലായിടെയും എന്താണ്, മറ്റേത് നമുക്ക് ടോർച്ച് വെച്ചിട്ട് ഹോൾസ് പോലുള്ള ഭാഗങ്ങളിൽ ഹീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. കേസ് ഡെപ്ത് ക്യാൻ ബി കൺട്രോൾഡ് എഫക്റ്റീവ്ലി ബൈ വേരിയിങ് ഫ്രീക്വൻസി, കറണ്ട് ആൻഡ് ടൈം. നമുക്ക് എത്ര ഡെപ്തിൽ വേണോ അതിനനുസരിച്ച് നമുക്ക് എന്തുണ്ട്, കറണ്ട് നമുക്ക് വേരി ചെയ്യിച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. നേരത്തെ കേസിൽ അത് പോസിബിൾ ആയിരുന്നില്ല, നേരത്തെ മാനുവലി ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. Outstanding resistance to warpage, distortion, oxidation and scaling. So this is due to the small heating time and a small portion being heated at a time. So because of small heating time and being heated small portion being heated at a time, ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാം. ഡിസ്റ്റോർഷൻ, ഓക്സിഡേഷൻ, സ്കെയിലിംഗ് ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അൺസ്കിൽഡ് ഓപ്പറേറ്റേഴ്സ് ക്യാൻ ബി എംപ്ലോയിഡ്. ഞാൻ പറഞ്ഞു ഓക്സി അസറ്റിലിൻ ടോർച്ച് യൂസ് ചെയ്യണമെങ്കിൽ സ്കിൽഫുൾ ആയിട്ടുള്ള ഓപ്പറേറ്റേഴ്സിന് മാത്രമേ പറ്റൂ. പക്ഷേ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല, കറണ്ട് മാത്രം സെറ്റ് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. സോ അൺലൈക്ക് ഓപ്പറേറ്റേഴ്സ് ക്യാൻ എംപ്ലോയ്. Environment is clean. Disadvantage: medium carbon steel containing 0.35 to 0.6% can be hardened. Low carbon and low nitrogen steels cannot be used. നേരത്തേലും ലോ കാർബൺ പറ്റില്ല. ഒരു 0.3 to 0.6 റേഞ്ചിലുള്ള കാർബൺ കണ്ടന്റ് ഉള്ളത് മാത്രമേ ഹാർഡൻ ചെയ്യാൻ പറ്റൂ. Hardness depends on carbon content. If carbon content is low, high hardness is possible only in expensive high alloy steels. Applications: cams, gear teeth, shaft splines, bearing surface, pump shaft, piston rods, chain links, etc. Now next one is laser hardening. Here we will be using laser as the heating. Laser will be used to heat the surface. That's why it is called laser hardening. It is a variant of flame hardening. A phosphate coating is applied over the steel surface to facilitate laser absorption. നമ്മളൊരു ലേസർ ലെയർ വെച്ചിട്ട് ഇതിനെന്ത് ചെയ്യണം, ഹീറ്റ് ചെയ്യണം. അപ്പോൾ ലേസർ അബ്സോർവ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും സർഫസിന് മുകളിൽ നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ടാവും, ഒരു ലേസർ അബ്സോർപ്ഷൻ ലെയർ കൊടുത്തിട്ടുണ്ടാവും. ഏതിൻ്റെത്, ഫോസ്ഫേറ്റ് കോട്ടിങ് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അതെന്ത് ചെയ്യും, ഫോസ്ഫേറ്റ് കോട്ടിങ് ലേസറിനെ അബ്സോർബ് ചെയ്തിട്ട് ഹീറ്റായി മാറും. അല്ലെങ്കിൽ തന്നെ ഓൾറെഡി ലേസർ വെച്ചിട്ട് നമുക്ക് ഹീറ്റ് ചെയ്യാൻ പറ്റും. കൂടുതൽ ലേസർ കറക്റ്റായിട്ട് അബ്സോർബ് ചെയ്യാൻ വേണ്ടി ഒരു ഫോസ്ഫേറ്റ് കോട്ടിങ് കൂടെ സർഫസിൽ കൊടുക്കും. അപ്പോൾ ലേസർ ബീം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഹീറ്റ് ചെയ്യണം. അറൗണ്ട് 900 to 1400 ഡിഗ്രി സെൽഷ്യസ്
നമുക്ക് ഹീറ്റ് ചെയ്യാൻ പറ്റും. ഇതാകുമ്പോൾ കുറേ കൂടെ നല്ല കൺട്രോൾഡ് ആണ്, കാരണം ലേസർ അത്രയും കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. അപ്പം മോർ ഫോക്കസിങ് പോസിബിളാണ്. നമുക്ക് ഏത് ഏരിയ ആണോ മൈന്യൂട്ട് ഏരിയ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോക്കസ് ചെയ്തിട്ട് ഹീറ്റ് ചെയ്യാൻ പറ്റും. അവിടെ മാത്രം ഹീറ്റിംഗ് ഉണ്ടാവില്ല, അതിൻ്റെ അപ്പുറം ഇപ്പുറമൊന്നും അധികം ഹീറ്റഡ് ആവില്ല. 900 to 1400 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചർ റൈസ് ചെയ്യും. ഹീറ്റ് ക്യാൻ ബി കൺട്രോൾഡ് ബൈ വേരിയിങ് പവർ ഓഫ് ലേസർ. ലേസറിൻ്റെ പവർ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഹീറ്റ് കൺട്രോൾ ചെയ്യാം. പാർട്സ് ആർ ദെൻ സെൽഫ് ക്വഞ്ച്ഡ്. അത് കഴിഞ്ഞപാട് എന്താ സംഭവിക്കുക, നമ്മൾ വാട്ടർ ക്വഞ്ചിങ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, കാരണം ഹീറ്റ് ഇവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നത് വളരെ ചെറിയ ഏരിയയിലേക്കാണ്. അതിൻ്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഡയറക്റ്റ് ഹീറ്റ് ട്രാൻസ്ഫർ ലേസർ കൊണ്ട് ഉണ്ടാവില്ല. അപ്പോൾ അത് ഹീറ്റായ ഏരിയയിൽ നിന്ന് ആ ഹീറ്റ് പിന്നെ കൺവെക്ഷൻ വഴി തൊട്ടടുത്ത റീജിയനിലേക്കൊക്കെ ട്രാൻസ്ഫർ ആയി പോയിട്ടാണ് കൂളിംഗ് നടക്കുന്നത്. അപ്പോൾ സെൽഫ് ക്വഞ്ച്ഡാണ്. ട്രാൻസ്ഫറിങ് ഹീറ്റ് ദ കൂളർ സർഫസ്. ഇവിടെ ഇപ്പോൾ ഈ ഒരു പോർഷൻ, ഈ ഒരു കറുത്ത് കാണുന്ന ഈ പോർഷൻ ഹീറ്റഡായി അവിടുന്ന് വെള്ള ആരോ ഇട്ടിട്ട് താഴോട്ടേക്ക് കാണിച്ചത്, ആ ഭാഗത്തേക്ക് ഹീറ്റ് പോയിട്ടാണ്. അതിൻ്റെ താഴെയുള്ള ലെയറൊക്കെ എന്താണ്, കൂളർ സർഫസാണ്. അപ്പോൾ ഹീറ്റ് എന്താവും, ആ ഹോട്ടർ സർഫസിൽ നിന്ന് കൂളർ സർഫസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് മുകളിലത്തെ ഭാഗം എന്ത് ചെയ്യുന്നത്, തണുക്കുന്നത്. സോ സെൽഫ് ക്വഞ്ച്ഡാണ് ആൻഡ് ടെമ്പേർഡ് ആണ്. കേസ് ഡെപ്ത് ഈസ് യൂഷ്വലി 0.1 to 1.5 MSc. ഡെപ്ത് ഓഫ് ഹാർഡനബിലിറ്റി പോസിബിൾ ഈസ് 0.1 to 1.5. അത്രയും വളരെ ചെറിയ തിക്നെസ്സിൽ ഹാർഡ്നെസ് ഇമ്പാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്, ലേസർ ഹാർഡനിങ്. നമ്മളിപ്പോൾ ഇങ്ങോട്ടേക്കാണ് ലേസർ ബീം പോകുന്നത്. അപ്പോൾ ഇപ്പുറത്തെ ഭാഗം ഓൾറെഡി ഹാർഡൻഡ് ഔട്ടർ ലെയറാണ് ആ ഒരു മുകളിലത്തെ ലെയർ. താഴെ മൊത്തം വർക്ക് പീസാണ്. അപ്പോൾ സെൽഫ് ക്വഞ്ച്ഡ് കൂളിംഗ് ആണ്. ഹീറ്റ് കൂളർ പാർട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അല്ലെങ്കിൽ എയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് കൂളിംഗ് നടക്കുന്നത്. ഹീറ്റഡ് ഏരിയ നമ്മൾ ഈ കറുത്ത കാണുന്നത് ഹീറ്റഡ് ഏരിയ ആണ്. ഓക്കെ, process is coming to this advantages and all. Process is precise. Selective areas can be hardened accurately. That is the main advantage. Useful for ferrous materials containing more than 0.2% carbon. Steels and cast irons can be hardened. Minimal distortion. Even we can say there will not be any distortion. Distortions ഒന്നും ഉണ്ടാവില്ല. Core remains soft. Process environmental clean. Workpiece need to be cleaned. Applications. Process is primarily used in automobile industry for axle shaft housing, power steering, gears housing, etc. Okay, that are the applications. Now coming to the last one, electron beam hardening. In this hardening process we will be using instead of laser beam we will be using electron beam for heating purpose. That is the only difference. It is similar to laser beam hardening. Heat surface is high energy electron beam. So with the use of high energy electron beam we will be heating the surface. Beam is focused by electromagnetic coils. Here the നമ്മൾ ഇൻഡക്ഷനിൽ എന്താണ് കറണ്ട് ഉപയോഗിച്ചിട്ടാണ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് കോയിൽസ് വെച്ചിട്ടാണ് ഇലക്ട്രോൺ ബീംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ബീംസ് ആണ് ഹീറ്റ് ചെയ്യുന്നത്. Quenching is through self quench process. Just like in the earlier case, here also quenching is through self quench process. That is, heat is transferred to external cooling surroundings. Case depth is in the range of 0.1 to 1.5 mm. അത്രയും സ്മോൾ ഡെപ്തിൽ നമുക്ക് electron beam hardening possible ആണ് ലേസർ പോലെ. Advantages: the surface can be hardened precisely in terms of depth and location. Extremely low energy consumption, very low distortion. That are all the advantages. Now coming to the surface composition changing method for heat treatment. First one is carburizing. ഇവിടെ നമ്മൾ കോമ്പോസിഷൻ നമ്മൾ കാർബൺ ആഡ് ചെയ്തിട്ട് എക്സ്ട്രാ കാർബൺ സർഫസിൽ എക്സ്ട്രാ കാർബൺ ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഹാർഡ്നെസ് ഇമ്പാർട്ട് ചെയ്യണം. അപ്പോൾ കോമ്പോസിഷൻ ചേഞ്ച് ഇവിടെ നടക്കുന്നുണ്ട്. ബാക്കിയുള്ളവരൊന്നും കോമ്പോസിഷൻ ചേഞ്ചസ് ഇല്ല, ജസ്റ്റ് ഹീറ്റ് ചെയ്യുക കൂൾ ചെയ്യുക അത്ര മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഇവിടെ നമ്മൾ എന്താണ് കോമ്പോസിഷൻ ചേഞ്ചസും കൂടെ വരുത്തുന്നുണ്ട്. അത് അങ്ങനെയുള്ള രണ്ട് മെത്തേഡാണ് നമ്മൾ അതിൽ ഫസ്റ്റ് വൺ ആണ് കാർബറൈസിങ്. ഇറ്റ് ഇൻവോൾവ്സ് ആഡിങ് എക്സസ് കാർബൺ ടു ദ സർഫസ് ഓഫ് ദി സ്റ്റീൽ. ഇന്നറിൽ നമ്മൾ കാർബൺ ആഡ് ചെയ്യില്ല, സർഫസിൽ മാത്രം കാർബൺ ആഡ് ചെയ്യും. കാർബൺ ആഡ് ചെയ്യുക മീൻസ് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്തിട്ട് കാർബൺ കണ്ടൻറ്റുള്ള ചുറ്റും മെറ്റീരിയൽ അതിൻ്റെ ചുറ്റും പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹീറ്റിങ്ങിൻ്റെ എഫക്റ്റ് കൊണ്ട് കാർബൺ അതിലേക്ക് ഇറങ്ങിക്കോളും. അതാണ് സംഭവിക്കുക. സർഫസ് കാർബൺ മേ ബി about 1.2%, while interior may be mildly less than 0.25% കാർബൺ. ഇപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ കാർബണൈസേഷനൊക്കെ ചെയ്ത് കഴിയുമ്പോൾ സർഫസിലെ 1.2%ഓളം വെയിറ്റ് പെർസെൻറ്റേജോളം കാർബൺ ഉണ്ടാകും. പക്ഷേ ഉള്ളിൽ എന്തായിരിക്കും 0.25% മൈൽഡ് സ്റ്റീൽ തന്നെയായിരിക്കും ഉള്ളിൽ. പക്ഷേ ഔട്ടർ ലെയർ എന്തായിരിക്കും ഹാർഡൻ ലെയറാവും. നമുക്കറിയാം കാർബൺ കണ്ടന്റ് കൂടുമ്പോൾ എന്താണ് സിമെൻറ്റേറ്റിൻ്റെ കൂടും. സിമെൻറ്റേറ്റ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് ഹാർഡ്നെസ് കൂടും. The process involves heating the parts with a carbon-rich substance above critical temperature for a long time. നമ്മൾ ഏത് മെറ്റീരിയലാണോ കാർബണൈസ് ചെയ്യേണ്ടത് ആ മെറ്റീരിയലിന് ചുറ്റും നമ്മൾ എന്ത് ചെയ്യും, കാർബൺ റിച്ച് ആയിട്ടുള്ള മെറ്റീരിയൽസ് പൗഡർ ഫോമിൽ നമ്മൾ സപ്ലൈ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, അതങ്ങ് ഹീറ്റ് ചെയ്യും. ഹീറ്റ് ചെയ്യാന്ന് വെച്ചാൽ എബവ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യുക. അപ്പോൾ ആ ടെമ്പറേച്ചറിൽ കുറേ സമയം വെക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് കാർബൺ ഇതിലേക്ക് അബ്സോർബ് ചെയ്യും. മെറ്റീരിയൽ ചുറ്റുമുള്ള കാർബൺ ഹൈ റിച്ച് മെറ്റീരിയലിന് കാർബൺ എന്ത് ചെയ്യും, ഇതിലേക്ക് വലിച്ചെടുക്കും. അതാണ് സംഭവിക്കുന്നത്. അത് കംപ്ലീറ്റ് ഡെപ്തിലേക്ക് പോവില്ല, സർഫസിൽ മാത്രമാണ് കാർബൺ അബ്സോർപ്ഷൻ നടക്കുക. അപ്പോൾ അതിന് നമ്മൾ there are 3 carburizing methods. First one is solid carburizing or pack carburizing, then gas carburizing, liquid carburizing. ഇത് മൂന്നും
ഞാൻ പറഞ്ഞു ഇവിടെ കാർബൺ റിച്ച് സബ്സ്റ്റൻസ് ഇതിൻ്റെ ചുറ്റും കൊടുക്കുന്നില്ലേ, അത് ഏത് ഫോമിലാണെന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ കാർബറൈസിങ് ഒക്കെ വന്നിരിക്കുന്നത്. സോളിഡ് കാർബൺ റിച്ച് മെറ്റീരിയലാണ് നമ്മൾ ഹാർഡൻ ചെയ്യേണ്ട സർഫസിന് ചുറ്റും കൊടുത്തതെങ്കിൽ സോളിഡ് കാർബറൈസിംഗ് എന്ന് പറയും. ഗ്യാഷ്യസ് ഫോമിലാണ് കാർബൺ റിച്ച് മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്നത്, ഗ്യാസ് കാർബറൈസിംഗ് എന്ന് പറയും, അല്ലെങ്കിൽ ലിക്വിഡ് കാർബറൈസിംഗ് എന്ന് പറയും. ലിക്വിഡ് ഫോമിലാണ് കൊടുക്കുന്നത്. സോ ഫസ്റ്റ് വൺ ഈസ് സോളിഡ് കാർബറൈസിംഗ് ഓർ വിൽ കോൾ ഇറ്റ് ആസ് പാക്ക് കാർബറൈസിംഗ്. പാക്ക് കാർബറൈസിംഗ് ഇതിൻ്റെ ചുറ്റും പാക്ക് ചെയ്ത പോലെ നമ്മൾ വെക്കുക, മെറ്റീരിയൽ വെച്ചിട്ട് അതിൻ്റെ ചുറ്റും പാക്ക് ചെയ്യും. The solid substances such as coke, coal, charcoal, calcium carbonate, etc. are used. See, all these are abundant in carbon. കോളിലും കോക്കിലും ചാർക്കോളിലൊക്കെ, ചാർക്കോൾ എന്നൊക്കെ പറഞ്ഞാൽ കാർബൺ മാത്രമുള്ള ഫോമാണ്, മോസ്റ്റ് കമ്പസ്റ്റബിൾ ഫോമാണ്. നമ്മൾ ഈ കൊല്ലപ്പണിക്കാരൊക്കെ ഒരു കറുത്തൊരു സാധനമായിട്ട് കത്തിക്കുന്നതാണ്, അതാണ് ചാർക്കോൾ എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഹൈലി കാർബൺ റിച്ച് മെറ്റീരിയൽസ് ആണ്. അപ്പോൾ അതിൻ്റെ പൗഡറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മെറ്റീരിയലിന് ചുറ്റും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതാണ് ഈ നാലെണ്ണമാണ് നമ്മൾ മെറ്റീരിയൽ കാർബറൈസ് ചെയ്യാൻ വെച്ചിരിക്കുന്ന മെറ്റീരിയൽ. ഒരു എന്തുണ്ടാവും, ഒരു ബോക്സ് ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ ഫുള്ള് നമ്മൾ റാംഡ് പൗഡർ എന്ന് വെച്ചാൽ വളരെ ചെറിയ പൊടി പോലെ ആക്കിയിരിക്കുന്ന, ഇടിച്ച് പൊടിയാക്കിയിരിക്കുന്ന കാർബൺ റിച്ച് മെറ്റീരിയൽ ഫുൾ ഫില്ല് ചെയ്യും, നടുക്ക് മെറ്റീരിയൽ വെച്ചിട്ട് അതിന് ചുറ്റും അതായിരിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇത് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ, ഞാൻ പറഞ്ഞു ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ മുകളിലൊരു ടെമ്പറേച്ചറിൽ ഇതിന് നമ്മൾ ഹീറ്റ് പ്രൊവൈഡ് ചെയ്യും. എന്നിട്ട് അടച്ചു വെക്കും, മനസ്സിലായില്ല, അറ്റ്മോസ്ഫിയറായിട്ട് കോൺടാക്റ്റിലാണ്ട് ക്ലോസ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കും, കുറച്ച് അധികം ടൈം ഹീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഹീറ്റ് ലോസ് ഇല്ലാണ്ടിരിക്കാൻ ഫയർ ക്ലേ ഒക്കെ വെച്ചിട്ട് നമ്മൾ ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും, മനസ്സിലായി, ചൂള നമ്മൾ ഓടൊക്കെ ഉണ്ടാക്കുന്ന ചൂടില്ല, ഏകദേശം അതേപോലെ തന്നെയാണ് നടത്തുന്നത്. ദ സ്റ്റീൽ പാർട്സ് ആർ പ്ലേസ്ഡ് ഇൻ എ ക്ലോസ്ഡ് ചേമ്പർ ഫിൽഡ് വിത്ത് കാർബൺ റിച്ച് സോളിഡ് പൗഡർ. അപ്പോൾ നമുക്ക് ഏത് സ്റ്റീലിനാണോ കാർബറൈസ് ചെയ്യേണ്ടത് അതിനെ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ചുറ്റും പൗഡർ ഫോമിൽ കാർബൺ റിച്ച് മെറ്റീരിയൽസ് പാക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ക്ലോസ്ഡ് ചേമ്പറിൽ വെക്കും. ദ ചേമ്പർ ഈസ് ഹീറ്റഡ് ടു 870 to 980 degrees Celsius ആൻഡ് ഹെൽഡ് അറ്റ് ദ ടെമ്പറേച്ചർ ഫോർ 5 to 10 hours. ഏകദേശം 5 മുതൽ 10 മണിക്കൂറോളം ഈ ടെമ്പറേച്ചറിൽ നമ്മൾ കോൺസ്റ്റൻറ്റ് ഹീറ്റ് ചെയ്യും. ഇൻ ദിസ് ടെമ്പറേച്ചർ സ്റ്റീൽ ഈസ് ഓസ്റ്റണൈസ്ഡ്. അപ്പോൾ ഈ ടെമ്പറേച്ചറിൽ സ്റ്റീൽ എന്താവും, ഓസ്റ്റണൈസ്ഡ് ആവും. അതിൻ്റെ ചുറ്റും കാർബൺ ഉണ്ട്. കാർബൺ എൻറ്റേഴ്സ് ടു ദ സർഫസ് അപ് ടു എ ലെവൽ ഓഫ് 1.2%. അപ്പോൾ സർഫസിൽ കാർബൺ അട്രാക്ട് ചെയ്തിട്ട് കാർബൺ അബ്സോർബ് ചെയ്യും. അപ്പോൾ സർഫസിൽ 1.2% ബൈ വെയിറ്റ് ആകുന്നവരെ കാർബൺ അബ്സോർപ്ഷൻ നടക്കും. അത് കഴിഞ്ഞാൽ നടക്കില്ല. ഇറ്റ് ഈസ് സ്ലോ, എഫക്റ്റീവ് ആൻഡ് ചീപ്പ് പ്രോസസ്സ്. അപ്പോൾ എന്താ, സർഫസിൽ കാർബൺ കണ്ടൻറ്റ് കൂടി, ഇന്നറിൽ കാർബൺ കണ്ടൻറ്റ് കുറവാണ്. അപ്പോൾ സർഫസ് എന്താവും, കൂടുതൽ ഹാർഡൻ ആവും. അപ്പോൾ ഇറ്റ് ഈസ് ദ മോസ്റ്റ് എഫക്റ്റീവ് ആൻഡ് ചീപ്പ് പ്രോസസ്സ്, പക്ഷേ ടൈം കൺസ്യൂമിംഗ് ആണ്. നൗ കമ്മിങ് ടു ഗ്യാസ് കാർബറൈസിംഗ്. ഞാൻ പറഞ്ഞു ഓൾറെഡി ആ സോളിഡ് കാർബറൈസിംഗ് മെറ്റീരിയൽ ചുറ്റും കൊടുക്കുന്നത് ഗ്യാഷ്യസ് ഫോമിലുള്ള കാർബറൈസിംഗ് മെറ്റീരിയലാണ് കൊടുക്കുന്നത്, അതിന് ഗ്യാസ് കാർബറൈസിംഗ്, അല്ലെങ്കിൽ ലിക്വിഡ് ഫോമിലാണ് കൊടുക്കുന്നത് ലിക്വിഡ് കാർബറൈസിംഗ്. അത്രേ ഡിഫറൻസ് ഉള്ളൂ. ഇൻ ഗ്യാസ് കാർബറൈസിംഗ് പാർട്സ് ആർ ഹീറ്റഡ് ഇൻ ദ ഫർണസ് ഫിൽഡ് വിത്ത് കാർബൺ റിച്ച് ഗ്യാസസ്. സോ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് powdered form of carbon rich material, we will be providing carbon rich gases such as methane, propane and butane, etc. ഇതേപോലെ തന്നെ ക്ലോസ്ഡ് ചേമ്പറിലാണ് എന്നിട്ട് ഹീറ്റ് ചെയ്യും. ടെമ്പറേച്ചർ 820 to 980 degrees and sufficient holding time is given. Hydrocarbon decomposes and carbon gets decomposed into the surface. Here these are all methane, propane എന്നൊക്കെ പറഞ്ഞാൽ ഹൈഡ്രോകാർബൺ ആണ്, ഹൈഡ്രജൻ കാർബൺ കോമ്പിനേഷൻ ആണ്. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്തിട്ട് കാർബൺ എന്ത് ചെയ്യും, മെറ്റീരിയലിലേക്ക് അബ്സോർബ്ഡ് ആവും. ദിസ് പ്രോസസ് ഫാസ്റ്റർ ദാൻ ദ പാക്ക് കാർബറൈസിംഗ്. അവിടെ നമുക്ക് 5 to 10 മണിക്കൂർ കൊണ്ടപ്പോൾ ഇവിടെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. കേസ് ഡെപ്ത് ക്യാൻ ബി കൺട്രോൾഡ് മോർ അക്യുറേറ്റ്ലി. ഇവിടെ നമുക്ക് കുറച്ചുകൂടെ എത്ര ഡെപ്തിലേക്ക് കാർബൺ ഇതാവുന്നുള്ളത് നമുക്ക് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ബട്ട് ഇറ്റ് ഈസ് ഓഫ് കോഴ്സ് മോർ എക്സ്പെൻസീവ്. ലിക്വിഡ് കാർബറൈസിംഗ്. ഇൻ ദിസ് പ്രോസസ് ലിക്വിഡ് ഹൈഡ്രോകാർബൺസ് ആർ യൂസ്ഡ്. ഇവിടെ നമ്മൾ ഗ്യാഷ്യസ് ഹൈഡ്രോകാർബൺസ് യൂസ് ചെയ്താൽ നമ്മൾ ഡയറക്റ്റ് ലിക്വിഡ് ഹൈഡ്രോകാർബൺസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഇമേഴ്സിംഗ് ഇൻ ദ ലിക്വിഡ് ബോത്ത് ആർ സ്പ്രേയിങ് മെത്തേഡ്സ് ആർ എംപ്ലോയിഡ്. ഒന്നുകിൽ നമ്മൾ ഈ മെറ്റീരിയൽ കംപ്ലീറ്റ് ആയിട്ട് ലിക്വിഡ് കാർബറൈസിങ് മെറ്റീരിയൽ ഡിപ്പ് ചെയ്ത് വെക്കും, ഹൈഡ്രോകാർബൺസിൽ ഡിപ്പ് ചെയ്ത് വെക്കും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഹൈഡ്രോകാർബൺസ് സ്പ്രേ ചെയ്ത് കൊടുക്കും. നമ്മൾ ഈ ഹൈഡ്രോകാർബൺസ് എന്ന് പറഞ്ഞാൽ മിക്ക ഫ്യൂവൽസും ഹൈഡ്രോകാർബൺസ് ആണ്. നമ്മൾ കത്തിക്കാൻ ഉപയോഗിക്കുന്ന പെട്രോൾ, ഡീസൽ, അതൊക്കെ എന്താണ്, ഹൈഡ്രോകാർബൺസ് ആണ്. ഒന്നുകിൽ അങ്ങനെയാണ് ചെയ്യുക. കോമ്പണൻസ് ആർ ഹീറ്റഡ് 820 to 980 degrees Celsius. അതെല്ലാം സെയിം ആണ്. ബാത്ത് ഈസ് പ്രിപ്പയർഡ് വിത്ത് NaCN. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ബാത്ത് എന്ന് വെച്ചാൽ NaCN, Na2CO3 ഓർ NaCl. ഇതൊക്കെയാണ് നമ്മൾ യൂഷ്വലി പ്രിപ്പയർ ചെയ്യുന്ന ബാത്ത്. അതിലാണ് ഇത് ഇട്ട് വെക്കുക, ഈ സ്പെസിമെൻ, എന്നിട്ടാണ് ഹീറ്റ് ചെയ്യുന്നത്. ദിസ് പ്രോസസ് ഫാസ്റ്റർ ആൻഡ് മോർ എഫിഷ്യൻറ്റ്. ഓക്കെ. Now second method is nitriding. Nitriding is very effective for alloy steels containing strong nitride forming elements like aluminum, chromium, etc. Okay. നമ്മൾ നേരത്തെ മെത്തേഡിൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ കോമ്പോസിഷൻ, സർഫസ് കോമ്പോസിഷൻ കാർബൺ ആഡ് ചെയ്തിട്ടാണെങ്കിൽ ഇവിടെ നമ്മൾ നൈട്രേഡിങ്ങിൽ വാട്ട് വിൽ ഡു ഈസ് വിൽ ബി ആഡിങ് nitrogen in order to impart the properties at the surface. So nitrogen is added to the surface so that the surface property is changed. Okay. So nitriding is very effective for alloy steels containing strong nitride forming elements. അതായത് നൈട്രൈഡ് ഏറ്റവും പെട്ടെന്ന് കോമ്പിനേഷൻ ഉണ്ടാകാൻ സാധിക്കുന്ന അലൂമിനിയം,
ക്രോമിയം, മൊളിബ്ഡിനം, വനേഡിയം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ സാധാരണ അങ്ങനെയുള്ള മെറ്റീരിയലാണ് നമ്മൾ നൈട്രേറ്റിംഗ് കൂടുതൽ സർഫസ് ട്രീറ്റ്മെൻറ്റ് വേണ്ടി യൂസ് ചെയ്യുക. പ്രോസസ് ഇൻവോൾവ്സ് ഹീറ്റിംഗ് ടു 650 degree Celsius ആൻഡ് ഹോൾഡിംഗ് അറ്റ് 650 degree Celsius ഇൻ ആൻ അറ്റ്മോസ്ഫിയർ ഓഫ് NH3 ഗ്യാസ് ഫോർ 20 to 100 hours. നമ്മൾ ഏത് സ്പെസിമെനാണോ നമ്മൾ സർഫസ് ഹാർഡൻ ചെയ്യേണ്ടത് ആ മെറ്റീരിയൽ നമ്മൾ 650 degree Celsius ഹീറ്റ് ചെയ്തിട്ട് ആ ഹീറ്റിങ്ങിൽ കുറേ നേരം ഹോൾഡ് ചെയ്യും. നോക്കിയിട്ട് 20 to 100 hours ഹോൾഡ് ചെയ്യണം. അതിന് ചുറ്റും ഉണ്ടാവും അറ്റ്മോസ്ഫിയർക്ക് NH3 ഗ്യാസ് ഉണ്ട്. എന്തിനാണ് NH3 ഗ്യാസ്? അതിൽ നമുക്ക് എന്ത് ചെയ്യും, നൈട്രജൻ ഡീകമ്പോസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. NH3 ഡീകമ്പോസസ് ഇൻ ടു N and H. N penetrates into the surface of the steel and forms hard nitrates. അപ്പോൾ N ഏതിലേക്ക് പെനിട്രേറ്റ് ചെയ്യും? സർഫസിലേക്ക് ഹാർഡ് നൈട്രേറ്റ്സ് ആണ് ഫോം ചെയ്യുക. നേരത്തെ കാർബൈഡ്സ് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? നൈട്രേറ്റ്സ് ആണ് ഫോം ചെയ്യുക. പാർട്സ് ആർ കൂൾഡ് ഇൻ ഫർണസ്. അതിനുശേഷം നമ്മൾ ഫർണസ് കൂളിംഗ് ആണ് പ്രിഫർ ചെയ്യുക. സ്ലോ കൂളിംഗ് 20 to 100 hours എടുക്കും. നൈട്രേറ്റിംഗ് ഇംപ്രൂവ്സ് കൊറോഷൻ റെസിസ്റ്റൻസ് ബട്ട് ദ പ്രോസസ് കോസ്റ്റ്ലി ആൻഡ് ടൈം കൺസ്യൂമിങ്. അപ്പോൾ മിക്കവാറും നൈട്രേറ്റിംഗ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കൊറോഷൻ റെസിസ്റ്റൻസ് ഉള്ള സർഫസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിക്കവാറും നൈട്രേറ്റിംഗ്. സോ ഇൻസ്റ്റെഡ് ഓഫ് കാർബൺ വി ആർ making the changes by using nitrogen, or nitrogen is absorbed by the surface so that nitrates are formed in the case of nitriding. Okay, so the next method is cyaniding. നമ്മൾ നൈട്രേറ്റിങ്ങിൽ നൈട്രജനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെങ്കിൽ കാർബറൈസിങ്ങിൽ കാർബണുമാണ്. സയനൈഡിങ്ങിൽ ഇത് രണ്ടും സൈമിൾട്ടേനിയസ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് സയനൈഡിങ് എന്ന് പറയുക. ഇൻ ദിസ് പ്രോസസ് കാർബൺ ആൻഡ് നൈട്രജൻ ആർ സൈമിൾട്ടേനിയസ്ലി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദ സ്റ്റീൽ സർഫസ്. എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്സ് ആർ ഇമേഴ്സ്ഡ് ഇൻ എ സോൾട്ട് ബാത്ത് ഓഫ് NaCN അറ്റ് 800 to 960 degree Celsius. NaCN decomposes and will be forming carbon and nitrogen. That decomposed carbon and nitrogen will diffuse into the steel surface and forms carbonitrate phase. രണ്ടും nitrate both phase will be forming. രണ്ടും എന്താണ്? ഹാർഡ്നെസ് ഇമ്പാർട്ട് ചെയ്യുന്ന കോമ്പോസിഷനാണ്. ദ പ്രോസസ് ടേക്സ് അബൌട്ട് 30 to 90 minutes. See, it is very quick process compared to all other process. After cyaniding, components are quenched in water or oil. So after cyaniding, we will be quenching in water or oil. Cyaniding is a cheap and fast process. The case is thin and hard. So by this process, we can produce a hard, thin case. Okay. Carbonitrading is a variation of this process. See, this carbonitrading is slight variation is there between cyaniding and carbonitrading. Here a carburizing gas and an ammonia gas are used together. ഇവിടെ നമ്മൾ രണ്ട് ഗ്യാസും കാർബറൈസിങ് ഗ്യാസും അമോണിയ ഗ്യാസും ഒരുമിച്ച് ഉപയോഗിക്കും. എക്സാമ്പിൾ 15% NO3, 5% CH4 and 80% neutral carrier gases are used. Temperature is 800 to 870 degree Celsius, somewhat less than carburizing temperature. Here again quenching is in oil practiced and then tempered at 150 to 180 degree Celsius. അതിനുശേഷം 150 to 180 degree Celsius ടെമ്പറിങ് ചെയ്യും. ഇവിടെ നമ്മൾ സയനൈഡിങ് ആണെങ്കിൽ കാർബൺ നൈട്രജൻ ലെസ് NaCN ആണ് നമ്മൾ യൂസ് ചെയ്തത് സോൾട്ട് ബാത്തായിട്ട്. അതിലാണ് നമ്മൾ ഡിപ്പ് ചെയ്തിട്ടാണ് ഈ പ്രോസസ് ചെയ്തിരിക്കുന്നതെങ്കിൽ കാർബോനൈട്രേറ്റിങ്ങിൽ നമ്മൾ കാർബൺ കൂടുതലുള്ളൊരു ഗ്യാസും അതുപോലെ നൈട്രജൻ കൂടുതലൊരു ഗ്യാസും മിക്സ് ചെയ്തിട്ട് അത് വെച്ചിട്ടാണ് കാർബറൈസിങ് ചെയ്യുന്നത്. അപ്പോൾ 15% NH3 അതിൽ നൈട്രജൻ വളരെ കൂടുതലാണ്, 5% CH4 ഇതിൽ കാർബൺ എടുക്കും. അപ്പോൾ ഡീകമ്പോസ് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് നൈട്രജൻ കിട്ടും, ഇതിൽ നമുക്ക് കാർബൺ കിട്ടും. അതിനാണ് കാർബോനൈട്രേറ്റിംഗ് എന്ന് പറയുന്നത്. ആക്ച്വലി ഇറ്റ്സ് another സർഫസ് ഹാർഡനിങ് മെത്തേഡ്. ഓക്കെ, കാർബോനൈട്രേറ്റിംഗ് ഇതിൻ്റെ കൂടിയുള്ളതല്ല, ആക്ച്വലി സെപ്പറേറ്റ് ആയിട്ട് പറയേണ്ടതാണ്. ഓക്കെ, എനിവേ ലീവ് ഇറ്റ്, നോ പ്രോബ്ലം. Case hardening, commonly carburizing, nitrating, etc. commonly called case hardening. Methods are used when parts are required tough and core hard, wear resistant cases. ഇതൊക്കെ വേണ്ടപ്പോഴാണ് നമ്മൾ ഈ കേസ് ഹാർഡനിങ് ചെയ്യുക. കേസ് ഹാർഡനിങ് ഈസ് കോമൺലി യൂസ്ഡ് ഫോർ മെഷീൻ പാർട്സ് ലൈക്ക് ഗിയേഴ്സ്, ഷാഫ്റ്റ് ആക്സിൽസ്, കട്ടിംഗ് ടൂൾസ് എക്സെട്ര. Nitrating provides hardest case of all the surface hardening process. This method is used for case hardening of dies, mandrels, gauges, parts of pumps and internal combustion engines, etc. അപ്പോൾ എല്ലാത്തിൻ്റെയും കൂടി അപ്ലിക്കേഷൻ ഒരുമിച്ച് പറഞ്ഞു എന്നുള്ളത് ഉള്ളൂ ഈ സ്ലൈഡിൽ. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് സർഫസ് ഹാർഡനിങ് മെത്തേഡ്സ്. ഓക്കെ, സോ ഇറ്റ്സ് ആൻ ഈസി ടോപ്പിക്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഒരു സ്പെസിമെൻ നമ്മൾ ഹീറ്റ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് കൂൾ ചെയ്യുക. അപ്പോൾ എങ്ങനെ ഹീറ്റ് ചെയ്യുന്നു, ഏത് രീതിയിൽ കൂൾ ചെയ്യുന്നു, ഇതിനനുസരിച്ചിട്ടാണ് പല ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സും. അതിനനുസരിച്ച് കൂളിംഗ് റേറ്റ് മാറുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടാൻ പോകുന്ന സർഫസ് പ്രോപ്പർട്ടി മാറ്റായിരിക്കും. അതുപോലെ ഹീറ്റിംഗ് എത്രത്തോളം കൊടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് നമുക്ക് എന്താണ് ഇമ്പാർട്ട് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് ഡിഫറൻ്റ് ആയിരിക്കും. നമുക്ക് ഏത് പ്രോപ്പർട്ടിയാണോ ഫൈനലി കിട്ടേണ്ടത് അതിനനുസരിച്ചുള്ള ഹീറ്റിങ്ങും അതിനനുസരിച്ചുള്ള കൂളിംഗ് റേറ്റും ചൂസ് ചെയ്തിട്ടുള്ള പ്രോസസ്സ് നമ്മൾ ചൂസ് ചെയ്യുകയാണ്. അപ്പോൾ ആ കൂളിംഗ് റേറ്റിനും ഹീറ്റിങ്ങിനും ഡിപ്പെൻഡ് ചെയ്തിട്ട് പല പേരുകളിൽ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ് അറിയപ്പെടുന്നു. അപ്പോൾ ആ തമ്മിലുള്ള ഡിഫറൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ easy topic to study. Okay, all of you study well
നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണിത്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, താങ്ക് യു.